നമസ്കാരം. സെൻപോൺ ആയുർവേദയുടെ ഒരു നല്ല സുദിനം കൂടി എല്ലാവർക്കും സ്നേഹപൂർവ്വം നന്ദിപൂർവ്വം നേരുന്നു. ആസ്മയ്ക്കും അലർജിക്കും പ്രത്യേക പാരമ്പര്യ ആയുർവേദ ചികിത്സയാണ് സെൻപോൺ ആയുർവേദയിൽ നിന്ന് ഈ നാളിതുവരെയും ലോകത്തിന് വേണ്ടി കൊടുത്തതും അതിനെ ലോകം സ്വീകരിച്ചതും. ഈ ശ്വാസമുട്ടുള്ളവർ അല്ലെങ്കിൽ അലർജി രോഗമുള്ളവർ അല്ലെങ്കിൽ ആസ്മയുള്ളവർക്ക് രാത്രി കാലങ്ങളിൽ വളരെയധികം ബുദ്ധിമുട്ടാണ്. അത് കാരണം വെച്ചാൽ അന്തരീക്ഷ ഊഷ്മാവ് താഴ്ന്ന് നമ്മുടെ ശരീരത്തിൻ്റെ ഊഷ്മാവിന് മാറ്റമുണ്ടല്ലോ. അത് കഫം എന്ന് പറഞ്ഞാൽ ഒരു മെഴുകു പോലുള്ള സാധനമാണ്. അപ്പോൾ അത് സാന്ദ്രമാകുമ്പോൾ കട്ടിയാകുമ്പോഴാണ് നമുക്ക് കൂടുതൽ ചുമയും അല്ലെങ്കിൽ ഒട്ടി ശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥ. പക്ഷേ നമ്മളിപ്പോൾ കഫപ്രകടനമുള്ളവർ ഒത്തിരി ബുദ്ധിമുട്ടുള്ളവർ അല്പം ചൂടുവെള്ളം അങ്ങ് കഴിക്കുമ്പോൾ തന്നെ ഒരു ആശ്വാസം പോലെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊരു മെഴുകു പോലുള്ള സാധനം അത് പെട്ടെന്ന് അങ്ങ് മെൽറ്റാവുന്നു. അതിൻ്റെ ആ അവസ്ഥ, ആ കാഠിന്യമായ അവസ്ഥയ്ക്ക് മാറ്റം വരുന്നു. അന്നേരം നമ്മൾ ഫ്രീ ആവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പലപ്പോഴും ഒരു പ്രിക്കോഷനായിട്ടാണ് കിടക്കുക. പലരും ഓക്സിജൻ എടുക്കുന്നവരുണ്ട്, പലരും ചൂടുവെള്ളം ഫ്ലാസ്കിലാക്കി ചേർത്ത് വെച്ചിരിക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ ചിലർ അവർക്ക് ഓക്സിജൻ്റെ അളവ് വേണ്ട പോലെ കിട്ടാത്തതുകൊണ്ട് വിഷയം വയ്ക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ പല രീതിയിലാണ്. പലർക്കും അത് ഉറക്കം പൂർത്തീകരിക്കാൻ പറ്റാതെ വരുന്നത്, കാരണം ഓക്സിജൻ വേണ്ട പോലെ കിട്ടാതെ വരുന്നത്. ഇങ്ങനെ ചായ ഇരുന്ന് തലയണയ്ക്ക് വെച്ച് നേരം പഠിപ്പിക്കുന്ന ഒത്തിരി പേരുണ്ട്. അപ്പോൾ അതിനകത്ത് വളരെ നല്ലതായിട്ട് തോന്നുന്നതെന്ന് വെച്ചാൽ ഈ നമ്മൾ ശാശ്വാനന്ദം ഗുളിക, അത് ഇഞ്ചിനീയറും തേനും ചേർത്ത് ഈ മറ്റു മരുന്നുകളെല്ലാം കഴിച്ചപ്പോൾ പല മരുന്നുകൾ കഴിക്കുന്നവരുണ്ടാവാം. ഏത് മരുന്നുകളാണെങ്കിലും കഴിക്കുന്നവർ. ഇപ്പോൾ ഞങ്ങൾ സെൻട്രൽ ആയുർവേദത്തിലെ മരുന്നുകളെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് അവരെ യൂറിനൊക്കെ പാസ് ചെയ്ത് തിരിച്ച് കിടക്കാനായിട്ട് ഒരുങ്ങി കഴിയുമ്പോൾ ഒരു കാര്യം ചെയ്യുക, അത് അല്പം ഇഞ്ചിനീരും തേനും ചേർത്ത് ഒരു ഗുളിക അത് കഴിക്കുന്നത് വളരെ നന്നായിരിക്കും. അത് ബി പി ഉള്ളവർ കഴിക്കാതിരിക്കുന്നതാണ് കുറച്ചുകൂടി ഉത്തമം. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് വളരെ നമ്മുടെ ശ്വാസം കിട്ടുന്നതിനും ലങ്സിൻ്റെ പ്രവർത്തനങ്ങൾക്കും കുറച്ചുകൂടെ നമുക്ക് സ്മൂത്തായിട്ട് ഉറങ്ങുന്നതിനും വളരെ നന്നായിരിക്കും. പിന്നെ ഇങ്ങനെയുള്ളവർക്കൊരു കാര്യം കൂടി ചെയ്യാം. കാരണം നമ്മുടെ ലങ്സിൻ്റെ പ്രവർത്തനം വളരെ കൂട്ടുവാനായിട്ട് പ്രാണായാമം ചെയ്യുന്നത് വളരെ നല്ലതാണ്. കാരണം അതൊന്നും ഒരു ചിലവുള്ളൊരു കാര്യമല്ല. പ്രഭാതത്തിൽ ഒരു 5 മണിക്ക് എഴുന്നേറ്റ് കിഴക്കോട്ടുള്ള ജനലെല്ലാം തുറന്നിട്ട് ഒരു നല്ലൊരു പായ വിരിച്ച് ചമ്രം പിടിഞ്ഞിരുന്ന് ഒരു മൂക്ക് ഇങ്ങനെ അടയ്ക്കുക, ഇതിൽ കൂടി വലിക്കുക, ഈ മൂക്കിൽ കൂടി വിടുക. ഒരു 14 സെക്കൻഡ് ആ ഓക്സിജൻ അവിടെ നിർത്തുന്നത് വളരെ നല്ലതാണ്. അത് കഴിഞ്ഞിട്ട് ഈ മൂക്കിൽ നമ്മൾ പ്രസ് ചെയ്യുന്നു, അത് വലിക്കുന്നു, 14 സെക്കൻഡ് അവിടെ നിർത്തുന്നു, അത് കഴിഞ്ഞ് ഇതിൽ വിടുക. അപ്പോൾ അതിനകത്ത് നമ്മുടെ ലങ്സിന് കൂടുതൽ ഓക്സിജൻ കിട്ടുന്നു, അതിൻ്റെ വികാസം കൂടുന്നു. അപ്പോൾ അതുകൂടി ചെയ്യുമ്പോൾ ഈ രാത്രികാലങ്ങളിലുള്ള ഈ സഫോക്കേഷൻ, ആ ബുദ്ധിമുട്ട് നമുക്ക് മാറി കിട്ടുന്നതാണ്. അതും ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ പറ്റുമെങ്കിൽ നമുക്ക് ചിറ്റാടലോടത്തിൻ്റെ തയ്യെ അത് ഒരു ചെറിയ ചെടിച്ചട്ടിയിൽ വളർത്തിയിട്ട് അത് നമ്മൾ കിടക്കുന്ന റൂമിൻ്റെ സൈഡിൽ വയ്ക്കാൻ പറ്റുമെങ്കിൽ ഒത്തിരി ഓക്സിജൻ കണ്ടന്റ് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ വീടുകളിൽ ഈ ഉങ്ങെന്ന് പറഞ്ഞൊരു മരമുണ്ട്. അതിന് പീനാറി എന്നൊക്കെ പറയും, വേറൊരു പേര് അങ്ങനെയാണ്. അത് ഒത്തിരി ഓക്സിജൻ്റെ അളവ് കൂട്ടുന്നൊരു വൃക്ഷമാണത്. അപ്പോൾ ഇങ്ങനെ ഈ ശ്വാസമുട്ട് രോഗമുള്ളവർക്ക് അതിൻ്റെയും ഒരു ചെടി വളർത്തിയെടുക്കുന്നത് വളരെ നല്ലതാണ്. അത് വലിയ മരമാവുന്നതായി, അടലോടാകുന്ന ഒരു വലിയ മരമൊന്നും ആവില്ല, ഒരു ചെടിയായിട്ട് വളർന്നു വരും. അപ്പോൾ അത് വയ്ക്കുന്നത് വളരെ നല്ലതാണ്. രാത്രികാലങ്ങൾക്ക് നമ്മുടെ കിടക്കുന്ന റൂമിനോട് ചേർന്ന ഒരു മരത്തെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുമെങ്കിൽ അത് ഒത്തിരി ഓക്സിജൻ കണ്ടന്റ് നമുക്ക് കൂടുതൽ കിട്ടുമെന്ന് ഒരു അനുഭവത്തിൽ നിന്ന് പലരും പറയുന്നു. അപ്പോൾ അതുകൊണ്ട് വളരെ നല്ലതായിട്ട് തോന്നുന്നു. അങ്ങനെയൊന്ന് പരീക്ഷിക്കുന്നത് വളരെ നല്ലതാണ്. നന്ദി, നമസ്കാരം.